സോ ആസ് ഐ എക്സ്പ്ലൈൻഡ്, അതാണ് പോലീസിന്റെ സ്റ്റാൻഡ്. നന്ദഗോപാലന്റെ അറസ്റ്റ് തികച്ചും ന്യായയുക്തമാണ്. ആവശ്യമായ തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ട്, ആവശ്യമായ രേഖകളുണ്ട്. ആൻഡ് വി ആർ പ്രൊസീഡിംഗ് വിത്ത് ദ കേസ്. ബട്ട് മിസ്റ്റർ സഭാപതി, ഈ അറസ്റ്റിന്റെ പ്ലീസ്, 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടിപ്പോ 45 മിനിറ്റ്സ് കഴിഞ്ഞു നമ്മള്. അല്ല ഡി ഐ ജി, നന്ദഗോപാലിനെ ഹീനമായി മർദ്ദിച്ചതിന്റെ പേരില്. പ്ലീസ്. ഭാസ്കരൻ എന്നല്ലേ? കീഴൂർ ഭാസ്കരൻ? അതെ, നമ്മുടെ ചന്ദ്രൻപിള്ളാണ്ടന്റെ പത്രം സന്ധ്യാമൊഴി ഇപ്പൊ വീണ്ടും തുടങ്ങി. അതെ. അപ്പൊ അണ്ണനോട് പറയണം, നമ്മൾ വൈകിട്ട് കാണുന്നു വിശ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ, ബീച്ച് ഗസ്റ്റ് ഹൗസിൽ. അവിടെ വിളമ്പ ബാക്കി ഡീറ്റെയിൽസ്. റൈറ്റ്? അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്. എന്താ മോളിവിടെ? എനിക്ക് ഷോ, ഈ ഹോട്ട് കേക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ മോളെ, ശരിക്കും അതാ സാധനം ഈ നന്ദഗോപാൽ. എന്റെ അമ്മേ, ഇതേ കണ്ടില്ലേ? ഒരുമാതിരി ടൈം ബോംബ് എടുത്തു വെച്ച് കൊടുത്തതുപോലെ ഇപ്പൊ അയാളുടെ അറസ്റ്റ്. സർ, ഞാൻ പറഞ്ഞാട്ടെ മോളെ, എന്താ വിശേഷിച്ച്? സർ, ഞാൻ 2 തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓ യെസ്, മറ്റേ ബെയിലിന്റെ പ്രശ്നം നന്ദഗോപാലിന്റെ. മോള് 2ാമതും വിളിച്ച് ഫോണിങ് വെച്ച് അപ്പൊ തന്നെ DGP ഞാൻ വിളിച്ചു ചോദിച്ചു. സർ, ജാഗ്രത ശേഖരന്റെ മോളെന്നെ മറ്റേ ലൈനിൽ ഹോൾഡ് ചെയ്യുന്നു, നന്ദഗോപാലിനെ ജാമ്യത്തിലെടുക്കാൻ ചോദിക്കുന്നു, വിട്ടോട്ടെ എന്ന്. ഫോണിൽ കൂടി എനിക്കിട്ട് ഒറ്റ ആട്ടാ DGP. സർ പ്ലീസ്, എനിക്ക് നന്ദനെ. മോളെ നോക്ക്, ഇനി അങ്ങോട്ട് അധികം കയറി ഇൻവോൾവ് ആകരുത് മോളി നന്ദന്റെ കേസിൽ. അത് അപകടമാകും. മാത്രമല്ല, ഇപ്പൊ തന്നെ പത്രക്കാരുടെ ഇടയിൽ അനാവശ്യമായ ഒരു ടോക്കുണ്ട് മോളെ നന്ദനെ കൂട്ടിയിട്ട്. കുഞ്ഞെ, മരിച്ചുപോയ മോളുടെ ഡാഡിയുടെ സ്ഥാനത്ത് എന്ന് പറയുകയെന്ന് കരുതിയാൽ മതി ഈ അങ്കിള്. അതായത് പത്രമാഫീസറാ, ഡൽഹിന്നാ, അങ്ങ് മറ്റിടത്തുനിന്നൊക്കെ പറഞ്ഞ് പറ്റിക്കൊടുത്ത ചില സുന്ദര കുട്ടപ്പന്മാരുണ്ടല്ലോ, അവന്മാർ റാസ്കൽസ്. ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ അവന്മാരുടെ കാര്യം സാധിച്ചേച്ച് പുക്കൊന്നൊരൊറ്റ പോക്കങ്ങ് പോവും. കൊടുക്കന്തേ, നാട്ടി കിടക്കുന്ന നമുക്ക് മാത്രം അതിന്റെ പേര് ദോഷം. മനസ്സിലായില്ലേ? അയ്യോ, മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുട്ടിയുടെ പ്രായത്തുള്ള ഒരു മോള് അങ്കിളിനോണ്ട് വീട്ടില്, അതുകൊണ്ടാ അങ്കിള്. അറിയാം, അപ്പനോടുള്ള സ്വീറ്റ് റിവെഞ്ച് തീർക്കാൻ 19 വയസ്സിനുള്ളിൽ 2 അബോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തേന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു മോള് ഈയുടെ ബുക്ക് സ്റ്റോളിൽ കണ്ടപ്പോ. പ്ലീസ്, ഔദാര്യമായിട്ടല്ല, നന്ദന്റെ ഒപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞ പെൺകുട്ടി എന്ന നിലയിൽ ഒരവകാശമായിട്ട് ചോദിക്കാൻ ഞാൻ. നന്ദനെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കോ നിങ്ങൾ എന്നെ? അവള് പോലീസിനെ ഭരിപ്പിക്കാനൊക്കെ ഇരിക്കുന്നു തന്തയുടെ ബാക്കിയായിട്ട്. എടീ കൊച്ചേ, ഇനി ഇവിടെ നമ്പർ കാണിച്ചാലുണ്ടല്ലോ ചവിട്ടിയെടുത്ത് തന്നെ പുറത്തോളം ഞാൻ. ഇല്ല മിസ്റ്റർ സഭാപതി, അതിന് പോകുന്ന ആണത്തൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു കാലത്തും. സിൻസ് യു ആർ എ ഡർട്ടി സ്പൈൻലെസ് വർം. മറക്കണ്ട, നന്ദനെ കള്ളക്കേസിൽ കുടിക്കിയതിനും ഇപ്പോഴത്തെ ഈ ഇൻസൾട്ടിന് ഇഞ്ചുറിക്കും എല്ലാം ചേർത്ത് സഭാപതി കണക്ക് പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. യു ക്യാൻ സ്റ്റാർട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആർക്കും ആരോട് എന്ത് നെറിയേടാവാമെന്നായിരിക്കുന്നു. അല്ല, ഈ ചിത്രം ഇങ്ങനെ നമ്മൾ അച്ചടിക്കുന്നതിന്റെ പേരില് തനിക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ വിപിൻ? അതും ഇങ്ങനെ ഒരു സിറ്റുവേഷനില്ല. അല്ലെങ്കിൽ തന്നെ പ്രശ്നം ആയി കഴിഞ്ഞു. ജാഗ്രതയുടെ സ്പെഷ്യൽ ഈവനിങ് എഡിഷൻ ഇറങ്ങി കഴിഞ്ഞത് മുതൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഓഫീസിലെ ഫോൺ കോൾസ് ഉണ്ട്. മോള് വന്നല്ലോ. എന്തായി മോളെ, എന്തു പറഞ്ഞു വക്കീല്? ഇന്നിപ്പോ വല്ലാതെ വൈകി പോയി മാധവേട്ടാ. ഇനിയിപ്പോ നാളെ കഴിഞ്ഞേ മൂവ് ചെയ്യാൻ പറ്റൂ ജാമ്യത്തിന്. അല്ല, എനി ന്യൂസ് ഫ്രം ഫിറോസ്? ഇല്ല വിപിൻ, പെട്ടെന്ന് DGP വിളിച്ചിട്ട് ട്രിവാൻഡ്രത്തിന് പുറപ്പെടുന്നുവെന്നേ ഫിറോസ് പറഞ്ഞിട്ടുള്ളൂ ശില്പയോടും. അപ്പോൾ പിന്നെ അയാളും കൂടെ സ്ഥലത്തുണ്ടാകാൻ പാടില്ല എന്ന് ആരൊക്കെയോ മനഃപൂർവ്വം തീരുമാനിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഈ നാടകങ്ങൾ, അല്ലേ മോളെ? പാവം നന്ദനിപ്പോ ഒക്കെ സഹിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈശ്വര. മോളെ തരില്ല. ചേച്ചി, ചേച്ചി, എന്താടാ, എന്ത് പറ്റി? ചേച്ചി അയാള്. ആരാടാ? ചേച്ചി വിശ്വനാഥൻ, അയാളിങ്ങോട്ട്.
എന്താ മാധവേട്ട, പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് തമ്മിൽ കണ്ട പരിചയം പോലും തോന്നുന്നില്ലല്ലോ മുഖത്ത്. എന്തു പറ്റി? എന്താടോ വിശ്വൻ, താനിങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ വഴിക്ക്? ആ, പണ്ട് ജാഗ്രതയെന്ന് ആട്ടിയിറക്കപ്പെടുന്നതിന് മുൻപ് ഇളം പ്രായത്തിൽ ഒരുപാട് ചവിട്ടി നടന്ന വഴിയല്ലേ. ഒന്ന് ഓർമ്മ പുതുക്കി പോകാം എന്ന് കരുതി. പിന്നെ ശേഖരേട്ടൻ മരിച്ചപ്പോ തിടുക്കത്തിൽ പ്രസ് ക്ലബിൽ വന്നൊരു റീത്ത് വെച്ച് മടങ്ങിയതല്ലാതെ ഇവിടെ വരെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല ഇവളെ. ഇപ്പോതാ നന്ദഗോപാലന്റെ വിരഹത്തിൽ മറ്റൊരു മഹാദുഃഖം കൂടി അനുഭവിച്ചു നിൽക്കുകയല്ലേ ചിരസ്മരണീയനായ വിപ്ലവകാരിയുടെ പുത്രി. അതുകൊണ്ട് വിശ്വനാഥൻ നേരിട്ട് വന്ന് കണ്ടെന്ന് സാന്ത്വനിപ്പിക്കാമെന്ന് കരുതി. എന്നിട്ട് എവിടെടോ നന്ദഗോപാലിന്റെ അറസ്റ്റ് ദുഃഖം ആചരിക്കാൻ ഇവളുടെ ഉത്തരവ് പ്രകാരം ഇന്ന് വൈകിട്ട് അച്ചടിച്ചിറക്കിയ സ്പെഷ്യൽ ഈവനിംഗ് എഡിഷൻ? പോലീസിന്റെ കാട്ടാളത്തം അനുവദിച്ചുകൂടാ. പ്രത്യേക മുഖപ്രസംഗം. ഇതിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ താൻ എന്നെ കുറിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നന്ദഗോപാലന് നേർക്കുള്ള പോലീസിന്റെ ഹീന താണ്ഡവം അരങ്ങേറുമ്പോൾ കേരളരശ്മിയുടെ ഉമ്മറത്ത് വന്നിറങ്ങിയ ചീഫ് എഡിറ്റർ ഔദക്കുട്ടിയും ബോർഡ് മെമ്പർ വിശ്വനാഥനും ഈ നാടകത്തിലെ തങ്ങളുടെ വേഷങ്ങൾ മുൻ നിശ്ചയപ്രകാരം എന്ന് തോന്നിക്കും വിധം ആടിത്തീർത്തു എന്നറിയുന്നത് തികച്ചും വേദനാജനകമാണ്, ലജ്ജാകരമാണ്, ഒപ്പം അങ്ങേയറ്റം ജുഗുപ്സാവഹവും അല്ലേണോ? അപ്പോ പഴയ സഹന സമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും. എടോ മൂപ്പിന്നെ, വല്ലാണ്ട് വയസ്സായി പോയി, വടി കുത്തിപ്പോയി താൻ. അല്ലെങ്കിലുണ്ടല്ലോ മിസ്റ്റർ വിശ്വനാഥൻ, ഒന്ന് നിർത്തണം നിങ്ങളുടെ പ്രസംഗം. ഓ, പഴയൊരു വലിയ പ്രക്ഷോഭകാരിയുടെ മകളല്ലേ, ഇടയ്ക്ക് ചിലപ്പോ ശബ്ദം ഉയരും, ശൗര്യം കൂടും ഇവൾക്ക്, അല്ലേ മാധവ്ജി? ഈ നിൽക്കുന്ന വിശ്വനാഥനെ ഇടിച്ചു താഴ്ത്താനും വിശ്വനാഥനെ എക്സ്പോസ് ചെയ്യാനും വിശ്വനാഥനെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് അച്ചു നിരത്തിയവനാ ശേഖരൻ. ഒരു പുരുഷായുസ് മുഴുവൻ പരിശ്രമിച്ചിട്ടൊടുവിൽ ദയനീയമായി പരാജയപ്പെട്ടവനാ നിന്റെ അച്ഛൻ. എന്താ ഇനി ശേഖരനില്ലാത്ത ജാഗ്രതയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഈ വിശ്വനാഥനെ അവസാനിപ്പിക്കാൻ? അത് നിന്നെ പോലെ ഒരു നരുന്ത് പെണ്ണിനെ കൊണ്ട്. ആർ യു സോ ഫൂളിഷ്? ആർ യു സോ ഇഡിയോട്ടിക്? വിശ്വനാഥൻ, ശേഖരന് പിന്മുറ അവകാശപ്പെടാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയിന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുദ്ധം ജയിച്ചു എന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ദാ കണ്ടില്ലേ, ആണത്തവും തന്റെ ഇടവും നട്ടലുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ളൊരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെയാ പോയിരിക്കുന്നത് ശേഖരൻ. അത് മറക്കണ്ടതാൻ, മറക്കരുത്. സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. പോകാം, പക്ഷേ അതിനു മുമ്പ് ഓർമ്മ വെച്ചോളൂ നീ. ദാ നിന്റെ ഈ പീറ പത്രത്തില് ഇനി ഒരൊറ്റ തവണ കൂടി വിശ്വനാഥന്റെ പേര് അച്ചടിച്ചു വന്നാലുണ്ടല്ലോ, പിന്നെ ശേഖരൻ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയത് മുഴുവൻ ദാ ഈ പത്രവും നീയും അടക്കം സകലതും നിന്ന് ദഹിക്കും, നിന്ന് കത്തി ചാമ്പലാവും. ദാ കാണണോ നിനക്ക്? എടീ, നശിപ്പിക്കാൻ ഉറച്ച് വിശ്വനാഥൻ ഇറങ്ങി പുറപ്പെട്ടു പോയാ പിന്നെ ഈ ഭൂമിയിൽ ഒരു നന്ദഗോപാലനും ബാക്കി ഉണ്ടാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ, ദിസ് ഈസ് യുവർ ലാസ്റ്റ്, ദ വെരി ലാസ്റ്റ് വാർണിംഗ്. മോളെ, നീ പറഞ്ഞ അങ്ങോട്ട് നില്ലടാ. നിന്നെ ഈ കോലം കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ DIG അദ്ദേഹം. ഇതിലെ ഒന്ന് നിർത്തണോ? എന്തോ നാടകം ഇത്? അല്ല, അത് പിന്നെ ഇദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞോണ്ട് ഉണർത്താൻ വേണ്ടിട്ട്. എടോ, അതിന് മുറിഞ്ഞ വഴുത്തന്നെ മേപ്പെട്ടുള്ള വെള്ളമൊക്കെ ഒരു ഒഴിച്ചാലേ വല്ല ചത്തോ കെട്ടോ പോയ ബാക്കിയുള്ള ഉത്തരം പറയാൻ. കായലിൽ നിന്ന് കോരി വെപ്പിച്ച ഓരോ വെള്ളമാ സാറേ. എന്റെ ഉപ്പിന്റെ നീറ്റിൽ അങ്ങോട്ട് ചെല്ലുമ്പോ മുറിവേന്നുള്ള നീരും പഴുപ്പും ഒക്കെ താനെ അങ്ങ് വിട്ടോളും. നാളെ കൊണ്ടേ കൂട്ടിക്കയറ്റി നിർത്താനുള്ളതല്ലേ സാർ കോടതിയില്. ഓ, ഐ സീ. പിന്നെ കേട്ടോ മിസ്റ്റർ നന്ദൻ, there is some bad news for you. നിങ്ങളുടെ ആ കൂട്ടുപ്രതിയില്ലേ മറ്റേ ഫിറോസ്, അവനെ DGP നേരിട്ടങ്ങ് കെട്ടിയെടുപ്പിച്ചിരിക്കാൻ തിരുവനന്തപുരത്തോട്ട്. ചെല്ലുമ്പോ അടിച്ചവന്റെ കയ്യിലോട്ട് കൊടുക്കും സസ്പെൻഷൻ. എന്താ സാറേ, കൊണ്ടു നടന്നു കൊടുക്കൊരുത്തന്നെ തൊപ്പി തെറിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറിന്? നോക്കി പഠിപ്പിക്കുന്നതാ നിനക്കെന്നെ പെരുവഴി പിടിച്ചിരുത്തി എന്റെ ഇതങ്ങ് ഉരുകണം അടിച്ച് പൊളിക്കണം.
പോയി ഫോട്ടോ എടുക്കുന്ന പട്ടി ആരാണ് നിനക്ക് അനുവാദം? Hey, look, man, I'm a press photographer and I've got every right to be where I am now. So please, I warn you, don't come near me, don't touch me. I said don't. ചവിട്ടി അരച്ച് ഈ അവസ്ഥയിലാക്കിയതും പോരാഞ്ഞിട്ട് ഇനി നിന്റെ തരിപ്പ് വരണം നായേ. സസ്പെൻഷനിൽ നിന്നോട് തെണ്ടിത്തര കാണിച്ചാണല്ലോ നിന്റെ തൊപ്പിയെ ഇല്ലടോ, താൻ ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പോഴും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഫിറോസിനെ ഒരുത്തനും. അതേടോ, ഐ ബോട്ട് സം ടൈം ഫ്രം ദി DGP. അരവിന്ദനെ പീഡിപ്പിച്ച കേസിൽ ഇദ്ദേഹം നിരപരാധിയാണെന്നും തെറ്റെന്റേത് മാത്രമാണെന്നും അതിന് കാരണങ്ങൾ എന്താണെന്നും ഒക്കെ രേഖാമൂലം എഴുതി DGPക്ക് കൊടുത്തിട്ട് കുറ്റം ഏറ്റുപറഞ്ഞിട്ടായി ഫിറോസ് തലസ്ഥാനം ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. സോ നാളെ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അത് എതിർക്കില്ല. ഹി വിൽ ബി ഗ്രാന്റഡ് ബെയിൽ. പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ടേ മേലാവിന്ന് മുദ്ര വെച്ച് എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തൂ വയ പ്രോപ്പർ ചാനൽ. അതിനുള്ള ഉറപ്പോടെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ DGPയുടെ കയ്യിൽ നിന്ന്. ആൻഡ് ഐ എം ടേക്കിംഗ് ഹിം നൗ. അതേടോ, പോലീസിന് കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാതെ ഇദ്ദേഹത്തെ ഇപ്പൊ തന്നെ റിലീസ് ചെയ്യണമെന്നും നാളെ ഇദ്ദേഹം സുമൻസാലെ കോടതിയിൽ നേരിട്ട് ഹാജരായാൽ മതിയാവുന്നും കാണിച്ച് DGP നിങ്ങൾക്ക് എഴുതിയ ഡെമി ഒഫീഷ്യൽ ലെറ്ററിന്റെ കോപ്പി ഇതിപ്പോ തന്നെ നിങ്ങളുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും ബൈ ഫാക്സ്. ഓ യു ക്യാൻ റീഡ് ദിസ്. വായിച്ചു പഠിക്കേ. പറഞ്ഞു കേട്ടില്ലടോ, ബലം കഴിക്കേ. Sir, അത് അഴിക്കടാ പന്ന. ചേച്ചി, അതെ മാഡം, സോറി. ഈ പോലീസുകാരുടെ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞ് എന്റെ ചതവും മുറിവും ഒക്കെ കാണും. അതുകൊണ്ട് സൂക്ഷിച്ചു മതി അല്ലേ സാർ? ഹേ ഫിറോസ്, വരൂ സാർ. അല്ല ഫിറോസ്, നീ എന്താ കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞത്? എന്താ നീ എഴുതി കൊടുത്തത് DGPക്ക്? ഏയ്, അത് വെറുതെ. ഫിറോസ്, കമോൺ. ഇല്ല സാർ, അതകത്ത് ആ പന്നനോട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പകുതി സത്യം പകുതി പൊളി. നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് വിവരിച്ച് കേൾപ്പിച്ചപ്പോ മൈ DGP ഗോട്ട് കൺവിൻസ്ഡ്. പക്ഷേ തൽക്കാലം പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ വരും. നാളെ ഉച്ച തിരിഞ്ഞ് സ്പെഷ്യൽ മെസ്സഞ്ചർ വശം എന്റെ സസ്പെൻഷൻ ഓർഡറിങ് എത്തുള്ളൂ എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് DGP. പകരെന്താ, നാളെ ഈ തൊപ്പി ഉരുവയ്ക്കും മുമ്പ് നമ്മൾ രണ്ടാളുടെയും നിരപരാധിത്വം തെളിയിച്ചിരിക്കും ഈ ഫിറോസ് എന്നൊരു വാശി തിരിച്ചാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് DGPയോട്. സോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ചെല്ലട്ടെ സാർ. ഒറ്റടി. അബേ സാലേ തൂ പറടാ, ഒന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയതാരാണ്? അരവിന്ദനെ. क्या समझा तूने? हम मर्डरर है क्या? कमीने मारेगा तेरे को भी. എന്നിട്ട് എവിടെ പോയി കിടക്കുന്നതാ അയാൾ? ഇതിന്റെ പൊന്നാലാൽ സെറ്റ് വിശ്വട്ടാ, അത് വിളിച്ചിട്ട് ഒരു നമ്പറിലും കിട്ടുന്നില്ല. പോയി തപ്പിയെടുക്കയാളെ.
ഓ ഓ ഫിറോസ് മുഹമ്മദ്, വെൽക്കം. Shall I fix you one drink? സോ ഹണ്ടിങ് ഫോർ മിസ്റ്റർ ഹരിവംശീലാൽ പന്നാലാൽ അല്ലേ വിശ്വനാഥൻ? സത്യം പറയാമല്ലോ വിശ്വനാഥൻ, ഒറ്റ ഞൊടിയിൽ എന്റെ നേർക്കൊരു തോക്കു ചൂണ്ടാൻ പോലും ധൈര്യപ്പെട്ട തന്റെ ആ സ്മഗ്ലർ ഫ്രണ്ട് പന്നാലാൽ പിന്നെ ഒടുവിൽ മുട്ടുവഴി മുള്ളിക്കൊണ്ട രഹസ്യങ്ങളുടെ കെട്ടഴിച്ചു തന്നത്. യെസ്, ശേഖരേട്ടനെയും ഹരിദാസിനെയും നീ കൊന്നു തള്ളിയതടക്കം നിന്റെ മുഴുവൻ രഹസ്യങ്ങളും. Have a drink, man. അനങ്ങിപ്പോരുത്. നടക്കാൻ സർ, ഞാൻ ഫിറോസ്. ഏയ്, എവിടുന്ന്?
സാർ ഞാൻ ആ മറ്റവനെ ഒന്ന് പൊക്കി. നമ്മുടെ ആ സ്മഗ്ലർ ഹരിവംശലാൽ പന്നാലാൽ. എന്നിട്ട് ശേഖരേട്ടന്റെ മരണമടക്കം പലതിന്റെയും പിന്നിൽ വിശ്വനാഥനാണ് സാർ. ഫിറോസ്, നീ? അതെ സാർ, ഞാൻ വിശ്വനാഥനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. നോ ഫിറോസ്, നിന്നെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ. പറയേ, നീ എവിടെയാണ് ഇപ്പോ? ഫിറോസ്, ഒരു അപകടത്തിലേക്കാണ് നീ ഇപ്പൊ ചെന്ന്. നോക്കി നിൽക്കാതെ എടുത്ത് വണ്ടിയിലോട്ട് കയറടോ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു പുറപ്പാടില്ല നന്ദനിപ്പോ, അല്ലേ? നന്ദൻ പ്ലീസ്, അരുതെന്ന് പറയാനോ തടയാനോ ഒക്കെ എനിക്ക് അവകാശമായെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല ഞാൻ. പക്ഷെ ഒന്നും ആലോചിക്കാതെ ഒരു അപകടത്തിലേക്ക് തന്നെയാണ് നന്ദനും പോകുന്നതെന്ന് ഓർക്കുമ്പോ. ഒക്കെ ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവു നിന്നോട്, എല്ലാറ്റിന്റെയും പിന്നില് ഒരേ തരത്തിലുള്ള ശക്തികളാണ്. That they are the same savage forces എന്നൊക്കെ. യെസ്, 8ാമത്തെ വയസ്സില് അച്ഛന്റെ മരണം മുതൽ ഇങ്ങോട്ട് തോറ്റു കൊടുക്കാൻ തുടങ്ങിയതാ ഞാൻ. ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഓരോന്നായി കൈവിട്ടു കൊടുക്കാൻ തുടങ്ങിയതാ ഞാൻ ഇവരുടെയൊക്കെ മുന്നില്. ഇപ്പതാ ഇവിടെ ഇങ്ങനെ വന്ന് പെട്ടപ്പോ ഒരച്ഛന്റെ വാത്സല്യം തന്ന ശേഖരേട്ടൻ, ഒരനുജനെ പോലെ സ്നേഹിച്ച് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഫിറോസ്. പറയണം, ഇനി ആരെയാണ് ഞാൻ വിട്ടുകൊടുക്കേണ്ടത്? എന്നെ അതോ ഈ നിന്നെ തന്നെ? പ്ലീസ്, ഇറ്റ്സ് എ പ്രോമിസ്. ഒപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞ പെണ്ണിന് നന്ദൻ നൽകുന്ന ഉറപ്പ്. ഐ വിൽ കം ബാക്ക് ഫോർ യു. ഒരാപത്തിനും പിടികൊടുക്കാതെ തിരിച്ചു വരും നന്ദൻ, നിനക്ക് വേണ്ടിയിട്ട്. ഹലോ, ഒന്ന് നോക്കട്ടെ. ആരാണ്? 1 സെക്കൻഡ് സർ, കോൾ ഫോർ യു. ചോദിച്ചിട്ട് ആരാന്ന് പറയുന്നില്ല, ഇവിടെ ഉണ്ടോന്ന് അന്വേഷിക്കുന്നു. ബോസ്, വിപിനാണ് ബോസ്. വിപിൻ, ഡോണ്ട് പാനിക് ആൻഡ് സ്റ്റേ where you are. ദേ ഇപ്പൊ തന്നെ എത്താൻ ഞാൻ, in minutes. Come on, taxi! Come on, go on.
ഇതിപ്പോ തന്നെ ജാഗ്രതയിൽ എത്തിക്കണം നീ ദേവുവിന്റെ കയ്യില്. യെസ് ബോസ്. എന്നിട്ട് എത്രയും വേഗം ഒരു സ്പെഷ്യൽ എഡിഷൻ അച്ചടിച്ചു തുടങ്ങാൻ പറയണം ഇത് വെച്ച്. കഴിയുന്നതും അത്രയ്ക്ക് വിശ്വസിക്കാവുന്നവരൊഴിച്ച് സ്റ്റാഫിൽ മറ്റാരും അറിയാതെ ഒന്നും ചോർന്നു പോകാതെ. ഗെറ്റ് മീ? യെസ് ബോസ്. Then hurry up fast. ഇല്ല വിശ്വജി, ഇതുവരെ ഒരു പത്രാഫീസർ എത്തിയിട്ട് അവന്റെ ഒടുക്കത്തെ ഫോട്ടോസ് ഉറപ്പായി എനിക്ക്. എന്നാലും അവൻ ഇതുവരെ പിടികിട്ടിട്ടില്ല എന്ന് പറയുമ്പോ ഇല്ലില്ല, ഞാൻ ദേ അങ്ങോട്ട് വന്നോണ്ടിരിക്കാ. എടോ വാഴക്കാലി, പന്ന റാസ്കൽ, ആ ഫോട്ടോ എടുത്ത കഴിവേറിയെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോ അടിച്ച് വീലായി നടന്നോട്ടി കിടന്ന് ഉണങ്ങുന്നു പന്ന റാസ്കൽ. എടോ വാഴക്കാലി, എടോ വാഴക്കാലി. ശബ്ദിച്ചു പോരുത്, കൊന്നുകളയും ഞാൻ. നടക്കണം. Move. Now I think this Vishwanathan begging. Mission off here. മുൻപ് ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു ഞാൻ നിന്നോട്, ഇനി ഒരു തവണ കൂടി വിശ്വനാഥന്റെ പേര് നിന്റെ ഈ പീറപത്രത്തിൽ അച്ചടിച്ചു പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന്.
എവിടെയാണ് നീ എടുത്ത ഫോട്ടോഗ്രാഫ്സ്? വരുതിക്ക് വരാത്തവരെ സംഹരിച്ചു തള്ളാൻ മടിയില്ലാത്ത വിശ്വനാഥനാണ് ചോദിക്കുന്നത്. ജീവൻ വേണമെങ്കിൽ പറഞ്ഞോ നീ. അതേടി, നിന്റെ തന്ത ശേഖരനെയും പിന്നെ ഫിറോസിനെയും കൊന്നു തള്ളുമ്പോ ഒരു തരിമ്പ് പോലും വിറച്ചിട്ടില്ലാത്ത കൈ നീട്ടിയാ ഞാൻ ചോദിക്കുന്നത്. എവിടെ നെഗറ്റീവ്സ്? Come on, get me those negatives. ഓ, രക്തം ശേഖരന്റേതാകുമ്പോ പിന്നെ അവനവന് നൊന്താൻ നോവില്ല. ഇങ്ങനെ ഉറ്റവർക്ക് വേണം നോവാൻ. എങ്കിലേ അലിയൂ നീയൊക്കെ, അല്ലടി? പറയടോ അവളോട് വിശ്വനാഥൻ അനുസരിച്ചോളാൻ. ഇല്ലടോ, ഇതുകൊണ്ടൊന്നും തോപ്പിക്കാനാവൂല തനിക്ക് ഈ പത്രത്തിന്. Come on. എന്തു തീരുമാനിച്ചു നീ? Say yes or no. പറയടി. ഇനി എന്താ? ജാഗ്രതയുടെ തലതൊട്ടപ്പനായി ശേഖരം പ്രതിഷ്ഠിച്ചു വെച്ച ഇയാടെ ഈ നരച്ച ഗാന്ധിയം തലച്ചോറുകൂടി ചിതറുന്നത് കണ്ടേ തീരുന്നുണ്ടോ നിനക്ക്? ഒന്ന് തോറ്റു തരാൻ. മോളെ അരുത്, വേണ്ട. അറിയാം എടുക്കാൻ. I said stop there, you! Come on. Come on, shoot. ഇനി പോലീസിനെ വിളിക്കാൻ തനിക്ക്. ഞാൻ സഭാപതിയാണ്, DIG. ഞാൻ ജാഗ്രതയെന്ന്. അതെ, ശേഖരേട്ടന്റെ പത്രം. താൻ SP ഒരു ഇമ്മീഡിയറ്റ് മെസ്സേജ് കൊടുക്കണം, പെട്ടെന്ന് ഇവിടം വരെ എത്താൻ. അതെ, വിത്ത് ഫോഴ്സ്. ഒരു മർഡർ കേസ് എന്ന് പറയണം. അതായത് തന്നോട് പോലീസിനെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടപ്പോ അത് കൊലക്കുറ്റം ഏറ്റുപറഞ്ഞ് എനിക്ക് സ്വയം കീഴടങ്ങാൻ വേണ്ടിയാണെന്ന് താൻ ആശ്വസിച്ചു പോയെങ്കിൽ തനിക്ക് തെറ്റി. അതേടോ, വിശ്വനാഥനെ വെടിവെച്ച് വീഴ്ത്തിയത് നന്ദഗോപാലാണെന്ന് പുറം ലോകം അറിയില്ല ഒരിക്കലും, ഒരു കാലത്തും. പകരം കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി വിശ്വനാഥനോടും ആണ്ടവനോടും ഏറ്റുമുട്ടി അവരിരുവരെയും തന്റെ ഈ സർവീസ് റിവോൾവർ കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയെന്ന് നിയമത്തിന്റെയും നീതിപീഠത്തിന്റെയും മുന്നിൽ DIG സഭാപതി ഏറ്റുപറയും. പറയിക്കും തന്നെ കൊണ്ട് ഞാൻ ദാ ഇത് വെച്ചിട്ട്. ആൻഡ് ഹിയർ ഇസ് യുവർ എവിഡൻസ്. വിശ്വനാഥനെ കൊന്നതിന് തനിക്ക് വേണ്ടുന്ന തെളിവ്. ആൻഡ് മൈൻഡ് യു, ദാ ഇതിങ്ങനെ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഭദ്രമായിട്ട് എന്നും. പിന്നെ ഇതിന്റെ നെഗറ്റീവ്സും അത് മറക്കണ്ട. ഇനി വിശ്വനാഥന്റെ മരണം ഏറ്റെടുക്കാൻ തനിക്ക്
പിന്നതാ ഇതും. Now get ready for the glory.